പലവട്ടം കാത്തുനിന്ന് ഞാൻ കോളേജിൽ മൈതാനത്ത്, നീയൊന്നും മിണ്ടാതെ നീ പോയില്ലേ. ആഹാ, എന്താ പാട്ട്! എൻ്റെ അമ്മേ, എത്ര പേരാണ് ഈ പാട്ടിൽ റീൽസ് ചെയ്തിട്ടുണ്ട്. ഞാനും കൂടി ഈ പാട്ടിൽ റീൽസ് ചെയ്താലോ? നോക്കാം എന്തായാലും. അല്ല, ഇതാരാണ് എൻ്റെ ഇൻസ്റ്റ റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത്? എന്തായാലും നോക്കി നോക്കാം. അർജുൻ, ഇതാരാണ്? എന്തായാലും ആക്സെപ്റ്റ് ചെയ്തോക്കാം. പൂജ, ദിയ നോക്കിയേ, ആദിജി ആക്സെപ്റ്റ് ചെയ്ത്. എവിടെ നോക്കട്ടെ. ആ, ശരിയാലോ, ചേച്ചി ആക്സെപ്റ്റ് ചെയ്തല്ലോ. ചേട്ടൻ പറഞ്ഞ പോലെ ചേച്ചി ആക്സെപ്റ്റ് ചെയ്ത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആദിജി എന്തായാലും ആക്സെപ്റ്റ് ചെയ്യുമെന്ന്. ചമു ചേട്ടാ, ഒരു മെസ്സേജ് അയക്കേ. ആ, ഓക്കെ. ഹായ് ആദ്യ, ഞാൻ ആദ്യയുടെ ഫോളോവറാണ്. ഞാൻ ആദ്യയുടെ റീൽസ് കാണാറുണ്ട്, അവ സൂപ്പറാണ്. സെൻറ്റ്. ഇനി നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. റിപ്ലൈ വന്ന്. ചേട്ടാ വായിച്ചേ. ആഹാ, എൻ്റെ റീൽസ് കാണോ? റിപ്ലൈ അടിക്കേ. അതെ ആദ്യ, എനിക്ക് ആദ്യയുടെ റീൽസ് ഒരുപാട് ഇഷ്ടമാണ്. എത്ര കണ്ടാലും മതിയാവില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് ആദ്യയുടെ റീൽസ്. തേങ്ങാക്കൊല, ചേച്ചിയുടെ റീൽസ് ഒന്നിനും കൊള്ളില്ല, അത്ര വെറുപ്പിക്കല. അത് ശരിയാ ചേച്ചി, അത് ശരിയാ. സെൻഡ് ചെയ്യേ. സെൻഡ് ചെയ്തു. ദാ റിപ്ലൈ വന്നു, ഞാൻ വായിക്കട്ടാ. ഷോ, എനിക്ക് എത്ര ഫാൻസാണ് നോക്കണേ. ഈ ആൾക്കാര് എന്ത് പറഞ്ഞിട്ടാണോ ഈ ചേച്ചിയുടെ റീൽസൊക്കെ ലൈക്ക് ചെയ്യുന്നത്? ചേട്ടാ റിപ്ലൈ എടുക്കേ, ചേച്ചി കടക്കാൻ വയ്യ. ദേ ആദ്യം ഒരു മെസ്സേജ് അയക്കണ്ടല്ലോ. ആ, വന്ന്. എന്താണ്? അർജുൻ്റെ വീട് എവിടെയാണ്? എന്താ പറയാ? തൃശ്ശൂരാണെന്ന് പറഞ്ഞോ? എൻ്റെ വീട് തൃശ്ശൂരിലാണ്. സെൻഡായിട്ടുണ്ട്. ചേച്ചി എന്ത് ചോദിക്കണ്ടല്ലോ? എന്താണ്? അർജുൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ എനിക്കൊരു സഹോദരി ഉണ്ട്. ആദ്യയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അത് നമുക്കറിയാലോ. എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കണ്ടേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെന്താ പല്ല് കാണിച്ചിരിക്കണേ? കോമഡി ആലോചിച്ച് ചിരിച്ചതാ. ദാ റിപ്ലൈ വന്ന്. ചേട്ടാ ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കുന്നേ? അതന്നെ, ചേച്ചി എന്താ പറഞ്ഞേ? ശംഭു ചേട്ടാ ഒന്ന് പറ എന്തെങ്കിലും. അത് പിന്നെ പൂജ, ഞാൻ പറഞ്ഞാൽ ശരിയാത്തില്ല. എന്തെങ്കിലും പറ ചേട്ടാ. ഞാൻ പറയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ദേഷ്യപ്പെടരുത്. ചേട്ടാ പറയുന്നുണ്ടാ? അത് പിന്നെ ചേച്ചി എന്ന് പറഞ്ഞെന്നറിയോ, ചേച്ചിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാൻ മാത്രമേ ഉള്ളൂ ഒന്ന്. അതായത് ചേച്ചി അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മോളാണെന്ന്. അതേടി, ചേച്ചി ഒരൊറ്റ മോളാണെന്ന്. ചേച്ചി ഒറ്റ മോളാണെന്നില്ലേ? അപ്പൊ ഞങ്ങളാരാ? എന്നാലും ചേച്ചി അവൻ പറഞ്ഞില്ലേ, എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. എനിക്ക് ചേച്ചി മതി പറയാൻ തോന്നുന്നു. എടി ചേച്ചി, ഞാൻ ഉണ്ടല്ലോ. നീ ഫോൺ പിടിച്ചേ. എടി പൂജ, നീ കൂടെ പോന്നേ. എടി നിക്ക്. എന്താ ശംഭു ചേട്ടാ? എടി നീ കൊണ്ടേ പോന്നേ ചേച്ചിയുടെ അടുത്തേക്ക്. എന്തിനീ? അത് ശരി, എല്ലാം മറന്ന. ചേച്ചി എന്ന് പറഞ്ഞ് ചേച്ചി ഒറ്റ മോളാണെന്നില്ലേ? അതിന് മറുപടിക്ക് ഞാൻ പോണതാ. എടി പൂജ, നീ പ്ലാനൊക്കെ മറന്നാ? നമ്മളെ പ്ലാൻ കൊള്ളാവും. എടി ഞാൻ പറയുന്നത് കേൾക്ക്, നമ്മളെ പ്ലാൻ വർക്കൗട്ട് ആവണ്ടേ? എന്നാലും ഇത്രയൊക്കെ പറയണോ? നമ്മൾ 4 മക്കളുണ്ടായിട്ടും ചേച്ചി എന്ന് പറഞ്ഞ് ഒറ്റ മോളാണെന്ന്. അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ ചേട്ടാ? കോൾ പൂജ, കോൾ. വാ, നമുക്ക് ബാക്കി ചാറ്റ് ചെയ്യാം. ചേട്ടാ പറഞ്ഞോണ്ട് ഞാൻ നിക്കാം. നീ മുഖം മുറിപ്പിച്ചിരിക്കുന്നേ. ചേച്ചിനെ കടിക്കാൻ തോന്നുന്നു. എൻ്റെ പൊന്നെ റിയാസ്, ഇനി പ്ലാൻ കൊള്ളാക്കല്ലേ? ചക്കര, ഇനി പ്ലാൻ കൊള്ളാക്കല്ലേ? നമുക്ക് അവസാനം ചേച്ചിക്ക് ഇട്ട് അടിക്കാം. ശരി, ദാ ഫോണ്. ചേച്ചി ഓൺലൈനില്ലല്ലോ. അപ്പൊ ചേച്ചി പോയിട്ടുണ്ടാവും. നീ നാളെ ചെയ്യാം, അതാ നല്ലത്. അമ്മ ഫോൺ അന്വേഷിക്കുന്നുണ്ടാവും, ഞാൻ അത് കൊടുക്കട്ടെ. അതാ നല്ലത്. ചേട്ടൻ പോയി വെച്ചിട്ട് വായോ.
എന്നാലും ചേച്ചി ആദ്യം ചേച്ചി നമ്മളോട് പറഞ്ഞില്ലേ ആ ഒറ്റ മോളാണെന്ന്, അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല. ആ സാറില്ല ദിയാസേ, നമ്മുടെ ഈ ഇൻസ്റ്റ ചാറ്റ് പണി കഴിയുന്ന സമയത്ത് നമുക്ക് ചേച്ചിനൊന്ന് കാണണം. അതന്നെ, ചേച്ചിനെ ഒന്ന് നല്ല രീതിയിലേക്ക് ഒന്ന് കാണണം.